ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ അയ്യപുരത്താണ്. ഇവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പുലർച്ചെ ഒരു അക്രമം നടന്നു. അതിൽ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു KSU പ്രവർത്തകന്റെ കണ്ണിന് അതീവ ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. ഈ സംഭവത്തിൽ 5 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ്. ഈ പോളിംഗ് ബൂത്തിന് സമീപത്തെ ബൂത്ത് കെട്ടുന്നതിനിടെ BJP പ്രവർത്തകർ ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവിടെ കാറിൽ അല്പദൂരത്തുള്ള DCC സെക്രട്ടറി നന്ദഗോപാലിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി അവിടെ എത്തി ഈ കരിങ്കൽ ചീള് കൊണ്ട് എറിയുകയും ഈ 18 വയസ്സുള്ള മുഹമ്മദ് അജ്മൽ എന്ന KSU പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേൽക്കുകയും കണ്ണ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. കാഴ്ച തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് രക്തം തുടർച്ചയായി ഛർദ്ദിച്ചതിനെ തുടർന്ന് കോവൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ആന്തരികമായി ഈ രക്തസ്രാവം എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് C. കൃഷ്ണകുമാർ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് ഈ കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകർ തന്നെ എറിഞ്ഞ കല്ലേറിൽ പരിക്ക് പറ്റിയതാവാം എന്നാണ് പറയുന്നത്. BJP പ്രവർത്തകരെ UDF പ്രവർത്തകർ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത് എന്ന ന്യായീകരണമാണ് പറയുന്നത്. എന്തായാലും വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അജ്മൽ എന്ന ഒരു വിദ്യാർത്ഥി കണ്ണിനാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ഇത് ഈ ആദ്യം പ്രശ്നമുണ്ടായ സ്ഥലത്ത് നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കയറിയ അവിടെ നിന്നാണ് പിന്നീട് BJP പ്രവർത്തകരെത്തി അക്രമം നടത്തിയത്. ഈ സംഭവത്തിൽ 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലായിട്ടുള്ളത്. അരുൺ എന്ന BJPയുടെ സ്ഥാനാർത്ഥിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് UDF ആരോപിക്കുന്നുണ്ട്. ആ അരുണിനെ ഉൾപ്പെടെ കണ്ടെത്താൻ BJP സ്ഥാനാർത്ഥിയായ അരുണിനെ അടക്കം കണ്ടെത്താൻ പോലീസ് ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈഫുദ്ദീൻ ജിൽസി.